ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ എന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോഴും നമ്മൾ നിരത്തുകളിൽ കാണുന്ന ചില ദൃശ്യങ്ങൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നവയാണ്. ദാ നോക്കൂ, ഇന്ന് ആലപ്പുഴ വെട്ടിക്കോട് നിന്നുള്ള ദൃശ്യം പ്രേക്ഷകരൊന്ന് കാണൂ. കാറിന്റെ ഡോറിലിരുന്ന് യുവാക്കൾ എത്ര അപകടകരമായാണ് സഞ്ചരിക്കുന്നത് എന്ന് നോക്കൂ. ഓടിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടിച്ചെടുത്തു. പാലമേൽ സ്വദേശി ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് വാഹനം പിടികൂടിയത്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും. 4 യുവാക്കളോടും നാളെ ജോയിന്റ് RTO ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ദിവസം കേരളത്തിൽ 131 റോഡപകടങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഒരു ദിവസം ശരാശരി 11 ജീവനുകൾ പൊലിയുന്നുവെന്നുമാണ് കണക്ക്. എന്നുവെച്ചാൽ 2 മണിക്കൂറിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്നു കേരളത്തിലെ വിവിധ റോഡപകടങ്ങളിൽ. ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ചു വരാം. കേരളത്തിലെ റോഡപകടങ്ങളുടെ കണക്കാണ്. 2016 3942 അപകടങ്ങൾ, 4287 മരണം, 44108 പരിക്ക്. 2017 ആകുമ്പോഴേക്കും 38470 അപകടങ്ങൾ, 4131 മരണം, 42671 പരിക്ക്. 2018 40181 അപകടങ്ങൾ, 4303 മരണം, 45488 പേർക്ക് പരിക്ക്. 2019 41111 അപകടങ്ങളിലായി 440 മരണവും 46055 പേർക്ക് പരിക്കും. 2020 ആകുമ്പോഴേക്കും 27877 അപകടങ്ങളിൽ 2979 മരണവും 30510. കോവിഡ് കഴിഞ്ഞു വരുന്ന 2021 33296 അപകടങ്ങളിലായി 3429 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 40204 പേർ പരിക്കേൽക്കുകയും ചെയ്തു. 2022 അപകട നിരക്ക് വീണ്ടും കൂടി. 43910 അപകടങ്ങളിൽ 4317 മരണവും 49307 പേർക്ക് പരിക്കും. 2023 ആകുമ്പോൾ അപകടങ്ങൾ സർവകാല റെക്കോർഡിലെത്തി. 48141 അപകടങ്ങളിൽ 4010 പേർ മരിക്കുകയും 6 ലക്ഷത്തിലധികം പേർക്ക് 54369 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2024 ഫെബ്രുവരി വരെ 2 മാസങ്ങൾ കൊണ്ട് 9174 അപകടങ്ങളിൽ 673 മരണവും 10267 പേർക്ക് പരിക്കും സംഭവിച്ചു എന്നാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത്. കേരളത്തിലെ പ്രതിദിന അപകടത്തിന്റെ കണക്കുകൂടി നമ്മളൊന്ന് നോക്കിയാൽ കേരളത്തിൽ 131 അപകടങ്ങളാണ് ഒരു ദിവസം ഉണ്ടാവുന്നത്. ഇതിൽ 11 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, 149 പേർക്ക് പരിക്കേൽക്കുന്ന അവസ്ഥയും ഉണ്ടാവുന്നു. പ്രധാന അപകട കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നത് അമിതവേഗം, അശ്രദ്ധ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തത്, ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് എന്നിവയാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഭീതിതമായ ഈ അപകട കണക്കുകൾ കാണുമ്പോഴാണ് ഒരു പുതിയ ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് വേണ്ടേ എന്ന ചോദ്യമുണ്ടാവുന്നത്. അതിനുവേണ്ടി തന്നെയാവണം സമഗ്രമായ ഡ്രൈവിംഗ് പരിഷ്കരണത്തിന് ഗതാഗത മന്ത്രി ഒരുങ്ങിയതും. എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണിപ്പോൾ. Debate with Arun Kumar.